ഒരുപാട് സ്ത്രീകൾ പ്രസവശേഷം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകാറുണ്ടല്ലോ. ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ പ്രത്യേകിച്ച് റൗണ്ട്സിന് പോകുമ്പോൾ കാണുന്ന ഒരു സംഗതിയാണ്. മിക്കവാറും അമ്മയാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ നോക്കാതെ ഒരു വശത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് നമുക്ക് കാണാം, കരയുകയും അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസവ സമയത്ത് അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി സമയത്ത് അവരുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഒക്കെ ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ അത് ഡെലിവറി കഴിയുമ്പോൾ അത് പെട്ടെന്ന് കഴിയുമ്പോൾ അത് പെട്ടെന്നാണെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള കുറേ ചേഞ്ചസ് ഇതിനകത്ത് വരുത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഡിപ്രഷനിലേക്ക് പെട്ടെന്ന് പോകുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സപ്പോർട്ട് ഇല്ല. അതായത് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ഇതിനകത്ത് കുറയുമ്പോൾ ഡെലിവറിക്ക് ശേഷം ഈ അമ്മ മാത്രമായിട്ട് കുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ആണെങ്കിൽ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ കാണും, പിന്നെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്റ്റിച്ചിൻ്റെ വേദന കാണും. അപ്പോൾ ഡെലിവറി ആണെങ്കിൽ അവർക്ക് എപ്പിസെറ്റമി സ്റ്റിച്ചിൻ്റെ വേദന കാണും, അല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ മുറിവിൻ്റെ വേദന കാണും, പിന്നെ രാത്രി മൊത്തം ഉറങ്ങാതെ ഇരുന്നിട്ട് കുട്ടിക്ക് പാൽ കൊടുക്കേണ്ട ഒരവസ്ഥ. ഇതൊക്കെ വരുമ്പോഴേക്കും മിക്കവാറും അമ്മയുടെ ഒരു മെൻ്റൽ ഒരു സ്റ്റേറ്റ് അതിലൊരു അവതാളത്തിലാവും. അപ്പോൾ ഇതിന് എപ്പോഴും പ്രധാനമായിട്ടും വേണ്ടത് ഹസ്ബൻഡിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും കാണുന്ന വെച്ചാൽ ഹസ്ബൻഡ് ഒരു വശത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും. തലേദിവസത്തെ ഡെലിവറിയുടെ ഒപ്പം കൂടെ നിന്നിട്ട് പുള്ളി പിറ്റേ ദിവസം ഫുള്ള് ഉറക്കത്തെ എല്ലാ പരിപാടിയും ജോലിയും കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ കിടന്നുറങ്ങുമായിരിക്കും. കൂടെയുള്ള സ്ത്രീകൾ അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് ആ സമയത്ത് അത്ര വരെ അവരുടെ ഒപ്പം ഉണ്ടായിട്ട് പെട്ടെന്ന് അവരുടെ ഒരു സപ്പോർട്ട് കൊടുക്കാതെ പുറകിലേക്ക് മാറുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ഉള്ളിൽ ഇതിനൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസികളാണ് ചിലപ്പോൾ ഇവർ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ അതിൻ്റെ വകയായിട്ടൊരു ട്രോമ ഉണ്ടാകാം. പിന്നെ ഇത് കൂടാതെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അമ്മയ്ക്ക് നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൈക്കാട്രിക് ഡിസീസസ് ലൈക്ക് ഒരു ബൈപ്പോളാർ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ഡിസോർഡർ നേരത്തെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അമ്മമാർക്കും ചിലപ്പോൾ ഇത് ഡെലിവറിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇതിന് പ്രധാന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില കേസുകളിൽ ചിലപ്പോൾ ഇവർ ഡിപ്രഷൻ കൂടിയിട്ട് ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ മാത്രമാണ് നമുക്ക് ഇവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വേണ്ടി വരുന്നത് അതിനകത്ത് മാത്രമാണ്.